ഹായ് യോൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ഹോങ്കോങ് സ്റ്റൈൽ സമ്മർ ഡെസേർട്ടാണ്. അതായത് മാംഗോ സാഗോ. ഇത് നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ ഇത് റിഫ്രഷിങ് കൂടിയാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാനിത് ചെയ്യേണ്ടതിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂണ് സാബുദിന അല്ലെങ്കിൽ ചൗവരി അല്ലെങ്കിൽ ടാപ്പിയോക്ക പേള്, ഇത് ഒരു 10 മിനിറ്റ്സ് നേരത്തോളം വെള്ളത്തിൽ കുതിർത്തെടുത്തു. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. ഇത് കുക്കിങ്ങിൻ്റെ ടൈം ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും. അതായത് ഇത് വന്ന് നല്ല കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരത്തക്കവണ്ണം നമുക്കിത് കുക്ക് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഈ മിൽക്ക് ഒന്ന് ക്രീം ചെയ്ത് എടുക്കാം. ഇവിടെ ആക്ച്വലി ഞാനൊരു 4 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 കപ്പ് മിൽക്ക് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്കിലേക്ക് ഒന്ന് ഡിസോൾവ് ചെയ്യാം. മിൽക്കിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ളതായ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നു. ഷുഗർ ഓപ്ഷനിലാണ്, മധുരം വേണ്ട തീരെ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കുക. ഇതിപ്പോൾ പാല് തിക്കായിട്ടുണ്ട്. ഇതിനെ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. സാഗോ കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. ഞാൻ പറഞ്ഞ പോലെ ഓരോ 15 to 20 മിനിറ്റ്സ് ആണ്. അതൊന്ന് കുക്കാകട്ടെ. ഇപ്പോൾ ചവരി കുക്കായിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് ഫോമിലെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്യാം. ഇത് സീവ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തണുത്ത വെള്ളം, പിന്നെ നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി. ഷാർപ്പ് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ചാക്കെല്ലാം മാറുവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതായ ഒരു മാംഗോ എടുത്തു, ഇങ്ങനെ കട്ട് ചെയ്തു. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് ഒരു 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, അതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, അത് 1/2 ആകാം, 1/4 ആകാം, 1 ആകാം. അത് സ്വീറ്റ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നല്ല ഒരു വെസലെടുക്കുക. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തതായ ടാപ്പിയോക്ക പേൾസ് ഇടുക. ഇത് നമ്മൾ ക്രീം ചെയ്ത മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് ഞാൻ കോൺഫ്ലോർ ഇട്ട് ചെയ്ത് അത് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് എന്നാ പറയുന്നത്, ഈ സാബുദിന അല്ലെങ്കിൽ ചൗവരി അല്ല ടാപ്പിയോക്ക പേള് ഈ
മിൽക്കുമായിട്ട് ക്രീമുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി കോക്കനട്ട് മിൽക്കുമായിട്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് നന്നായിട്ടെല്ലാം ഞാൻ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് ഒരു 1 to 2 hours നേരം വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ഈ ഡെസേർട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ സമ്മർ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ നല്ല രുചിയാണ്. സോ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.